അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ നിലകൊള്ളുന്ന മാസം ശഅബാനാണ്. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ നാം വിശദീകരിച്ചിരുന്നു. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ നിലക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ ശഅബാൻ 15 ബന്ധപ്പെട്ട് ധാരാളം ബിദ്അത്തുകൾ ആളുകൾ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ആ രാവിലെ തന്നെ ആളുകൾ പേരിട്ടിട്ടുള്ള രാവ് ബറാഅത്ത് രാവ് എന്നാണ്. അങ്ങനെ ഒരു രാവ് ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്ന് പ്രത്യേകമായി നോമ്പ് നോൽക്കുക, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമായ സൂറത്ത് യാസീൻ അത് പാരായണം ചെയ്യുക, അതുപോലെ തന്നെ സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന ഒരു നമസ്കാരം അത് നിർവഹിക്കുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബിദ്അത്തുകൾ, പുത്തരാചാരങ്ങൾ സമൂഹത്തിൽ നടമാടുന്നത് നമ്മൾ കാണുവാൻ സാധിക്കും. നല്ലതല്ലേ എന്ന് പറഞ്ഞാണ് ഇവ ആളുകൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നു, ഉടലെടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പ്രത്യേകത കൽപ്പിക്കാത്ത ഒരു ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുക എന്നുള്ളത് തെറ്റാണ്. ശഅബാൻ 15 അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല. എന്നാൽ അതിന് പ്രത്യേകതയുണ്ട് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? ആ ദിവസത്തിൽ മുശ്രിക്കിനും മുശാഹിനും അല്ലാത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതല്ലാത്ത ഒരു മഹത്വം അതിന് കൊടുക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ പ്രവാചകന്റെ അനുചരന്മാരായ ആദ്യ തലമുറക്കാരായ സ്വഹാബത്തോ അനുഷ്ഠിച്ചിട്ടില്ലാത്ത, അവർ നോറ്റിട്ടില്ലാത്തൊരു നോമ്പ് ആളുകൾ അന്ന് ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകമായി എടുക്കുന്നു. എന്നാൽ നോമ്പെടുക്കാമെന്ന് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. അയ്യാമുൽ ബീദ് എന്ന നിലക്ക് 13, 14, 15 ഓരോ മാസത്തിലും ഒരാൾക്ക് നോമ്പെടുക്കാം. പക്ഷേ ശഅബാൻ 15 മാത്രം ഒരു ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോറ്റിട്ടില്ല. പ്രവാചകന്റെ ആദ്യ തലമുറക്കാരായ സ്വഹാബത്ത് അങ്ങനെയൊന്നും നോറ്റിട്ടില്ല എന്നുള്ളതാണ്. സച്ചരിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്തതാണ് അന്നത്തെ ആ പ്രത്യേകമായ നോമ്പും, അതുപോലെ തന്നെ അന്ന് പ്രത്യേകമായി നടത്തുന്ന നമസ്കാരവും, അന്ന് പ്രത്യേകമായി നടത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ പാരായണവും എന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കർമ്മം ചെയ്യുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദീന് നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടില്ല എന്ന് വാദിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് എന്നാണ്. ഇത്രയും അപകടകരമായ ഒരു കാര്യത്തിൽ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നാം പങ്കാളികളാകേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. റസൂലോ സ്വഹാബത്തോ മറ്റു സലഫുകളോ ചെയ്തിട്ടില്ലാത്ത, അവർക്ക് പരിചയമില്ലാത്ത ഒരു ആചാരം ദീനിലുള്ളതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഗൗരവം ചില്ലറയല്ല. കാരണം ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞില്ലേ, ആരെങ്കിലും നല്ലതല്ലേ, നോമ്പല്ലേ, വിശുദ്ധ ഖുർആനിന്റെ പാരായണമല്ലേ, നിസ്കാരമല്ലേ എന്ന് വിചാരിച്ച് നോമ്പ് ഇസ്ലാമിൽ ഒരാൾ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രവാചകത്വത്തിന്റെ ദൗത്യത്തിൽ, റിസാലത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ല വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിത ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ വാചകം അതാണ് നമ്മുടെ മനസ്സകങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടത്. ഫമാലം യകുൻ യൗമൈദി ദീനൻ ലാ യകൂനു അൽ യൗമ ദീന. അന്ന് ദീനല്ലാത്ത ഒന്നും
ഇന്നും ദീനാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്, അവിടുന്ന് വന്ന താബീങ്ങൾ, തബഉ താബീങ്ങൾ, ആദ്യത്തെ 3 തലമുറ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ യസ്രു ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ. അഥവാ ഈ ഉമ്മത്തിന്റെ ആദ്യം എന്തൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന്റെ അവസാനവും നന്നാവുകയുള്ളൂ എന്ന് ഇമാം മാലിക് റഹിമഹുല്ല അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും പലർക്കും ഇത്തരം ബിദ്അത്തുകൾ വെടിയാൻ പ്രയാസമാണ്, ശീലിച്ചു വന്നതാണ്. അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമല്ല, ഈ സുന്നത്തിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഇവയെ ബിദ്അത്തുകളെ സമീപിക്കുന്ന ആളുകളെയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നുള്ളത്. സഹോദരങ്ങളെ, ബിദ്അത്തുകളെ എതിർക്കുമ്പോൾ, അനാചാരങ്ങളെ എതിർക്കുന്ന അഹ്ലു സുന്നയുടെ ആളുകളോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ വരെ ഇത്തരം ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ മടിയുണ്ടാകുകയില്ല എന്നുള്ള. നോക്കൂ നിങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകൾ, ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമാണ്, അൽ ഇഖ്തിസാദു ഫി സുന്ന ഖൈറുൻ മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. ബിദ്അത്തിന് അഥവാ അനാചാരത്തിന് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ആ ബിദ്അത്ത് ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആ സുന്നത്തിനെ ലക്ഷ്യം വെക്കലാണ് ഏറ്റവും ഖൈറായ കാര്യമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം പുത്തനാചാരങ്ങൾ പരിപൂർണമായും വെടിയുകയും നാം അറിയാതെ നോമ്പെടുത്തവരാണെങ്കിൽ ആ നോമ്പ് നമ്മൾ മുറിക്കണം. ബറാത്തിന്റെ നോമ്പ് പറഞ്ഞിട്ട് നോമ്പില്ല, അതല്ല ഇസ്ലാം പഠിപ്പിച്ച അയ്യാമുൽ ബീദിലെ നോമ്പാണെങ്കിൽ 13, 14, 15 ദിവസങ്ങളിൽ നോക്കാം. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച നോമ്പാണെങ്കിൽ അതുപോലെയുള്ള ഇടവിട്ട ദിവസങ്ങളിലെ നോമ്പ്, ശഅബാൻ മാസത്തിലെ തിങ്കളും വ്യാഴവും വരുന്ന ദിവസങ്ങളിലാണെങ്കിൽ അതും നോൽക്കാം, ഒന്നിടവിട്ട ദിവസങ്ങളിൽ. ഇങ്ങനെ അല്ലാതെ ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകമായൊരു നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ അറിയുകയും എന്നിട്ട് ആ സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയും ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.